നമ്മുടെ ജീവിതത്തിലെ ചലഞ്ചസും സ്ട്രെസ്സസും ഒന്നും നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ട് എനിക്കറിയാം, നിങ്ങളിൽ ഒട്ടുമുക്കാൽ ആൾക്കാരും പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട് അല്ലേ? അങ്ങനെ നമ്മൾ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് അറ്റൻഡൻസ് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെയും വേണ്ടിയത്. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിസ് മാത്യു. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ബീയിങ് എലോൺ വേഴ്സസ് ലോൺലിനെസ് അല്ലേ, ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടൽ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മുടെ ഏകാന്തതയോ ഒറ്റപ്പെടലിനെയോ ഒക്കെ നമ്മൾ പോസിറ്റീവായിട്ട് എങ്ങനെ മാറ്റാവുന്നതിനെ കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ആരെങ്കിലും ഒക്കെ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? അപ്പൊ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇന്ന് പറയുന്നത്. അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു സെൽഫ് കെയർ. നമ്മൾ കുറച്ച് സെൽഫ് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ടും നമ്മുടെ ഈ ഏകാന്തതയും അല്ലെങ്കിൽ ഈ ലോൺലിനെസ്സും കുറേയൊക്കെ മാറ്റാം. കംപ്ലീറ്റ് ആയിട്ട് മാറ്റാമെന്നൊന്നും പറയുന്നില്ല, കുറേയൊക്കെ മാറ്റിയിട്ട് നമുക്ക് പോസിറ്റീവായിട്ട് നമ്മുടെ ലൈഫ് ഗോൾഡൻ ഇയേഴ്സ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഞാൻ വീണ്ടും പറയുകയാണേ, നമ്മളൊക്കെ അയ്യോ എനിക്ക് ആരുമില്ലേ, മക്കൾ എൻ്റെ അടുത്തില്ലേ, പിന്നെ എൻ്റെ ഫാമിലി ഒന്നും ഇല്ലേ, ഞാൻ ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ എനിക്ക് വയ്യ, നടക്കാൻ വയ്യ, ഓടാൻ വയ്യ, ഒന്നും ചെയ്യാൻ വയ്യ എന്നൊക്കെ ഓർത്ത് മനപ്രയാസപ്പെട്ട് ഡിപ്രഷൻ അടിക്കാതെ നമ്മൾ ആ സമയത്ത് നമ്മൾ എന്നാടുക്കുന്നറിയാമോ, കുറച്ച് സെൽഫ് കെയർ ഒക്കെ ഒന്ന് ചെയ്യുന്നേ. സെൽഫ് കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഏകാന്തത എന്ന് പറയുന്ന ഒരു മഹാരോഗം തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ ആ ഏകാന്തതയിൽ നിന്ന് മുക്തി നേടിയില്ലെങ്കിൽ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി കുറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ഏകാന്തതയെ നമ്മൾ എങ്ങനെ ചെറുത്ത് നിൽക്കാമെന്ന് ആലോചിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇല്ലേ? നിങ്ങൾ എത്ര പേരൊക്കെ ഉണ്ട് ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുന്നത്? മക്കളെല്ലാവരും ഉണ്ട്, മക്കൾക്കെല്ലാം സ്നേഹമുള്ള മക്കൾ തന്നെയാണ്. പക്ഷെ അവരൊക്കെ ദൂരെയാണ്. അവരോടൊക്കെ നിങ്ങളുടെ ജോലി വിട്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ചുറ്റിനും ഇരിക്കാനൊന്നും പറയാനൊന്നും പറ്റത്തില്ല. കാരണം അവർ ജീവിക്കേണ്ടതാണ്, അവർക്കാണ് ഇനിയുള്ള ജീവിതം. നമ്മുടെയൊക്കെ ജീവിതം അസ്തമയ കാലത്ത് അടുത്തിരിക്കുകയാണ് അല്ലേ? അപ്പൊ നമുക്ക് പ്രായമായെന്ന് പറഞ്ഞെന്നാലും നമ്മൾ നമ്മുടെ ജീവിതം ഒരു ചിട്ടയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് കുറച്ച് റൊട്ടീൻ വർക്കുകളെല്ലാം ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ആക്റ്റീവായിട്ടിരിക്കുക. നമുക്ക് ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് വറിയടിക്കാനായിട്ട് സമയം കിട്ടത്തില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ യങ് ആയിരുന്നപ്പോൾ എങ്ങനെയാണ് രാവിലെ എഴുന്നേറ്റ് ധൃതി വെച്ച് ചോറും കറിയും ഉണ്ടാക്കി പൊതി കെട്ടി കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വെച്ചേച്ച് നമ്മളൊരു ബാഗും പൊതി എടുത്തുകൊണ്ട് ഓടുവാണ് ജോലിക്ക് അല്ലേ? ജോലിക്ക് പോയി ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ വീട് മുഴുവനും വൃത്തിയാക്കണം, പിന്നെയും കുക്ക് ചെയ്യണം, അയ്യോ ബാക്കി ജോലികളെല്ലാം ചെയ്ത് എന്തോ ഒരു ബിസിയുള്ള ഒരു ലൈഫായിരുന്നു. പക്ഷെ നമ്മൾ അന്നും ഒരു ചിട്ടയോടുകൂടിയാണ് ചെയ്തല്ലേ? രാവിലെ എഴുന്നേൽക്കുക, കുക്ക് ചെയ്യണേ കുക്ക് ചെയ്യുക, പിന്നെ അതുപോലെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുക, അങ്ങനെയുള്ളതെല്ലാം ഒരു ചിട്ടയോടുകൂടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പ്രായമായി കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു മടിയാണ് അല്ലേ? അയ്യോ എനിക്ക് പ്രായമായി, അയ്യോ എനിക്കൊന്നും വയ്യ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ആകാവുന്ന കാര്യമാണെങ്കിലും ചെയ്യത്തില്ല. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, പേഷ്യൻസിനെ ആക്ച്വലി ഈ സ്ട്രോക്ക് വന്ന പേഷ്യൻസിനെ ഒക്കെ ആണെങ്കിലും ടേക്ക് കെയർ ചെയ്യുമ്പം എഴുന്നേപ്പിച്ചെഴുതേച്ച് പറയും തന്നെത്താനെ ദേഹം എല്ലാം തുടയ്ക്കാൻ പറയും. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യന്റിനെ കൊണ്ട് ദേഹം തുടപ്പിക്കുന്ന ആ സമയത്തിന് നമുക്ക് 2 പേരുടെ ദേഹം തുടച്ചേച്ച് പോകാം. പക്ഷേ നമ്മൾ അവരുടെ നോർമൽ ലൈഫിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണ്. ഒരു വാഷ് ക്ലോത്ത് എടുത്ത് നനച്ചു കൊടുത്തേച്ച് പറയും കൈ തുടയ്ക്കുക, എന്തുമാത്രം തുടയ്ക്കാവോ നിങ്ങൾ തുടയ്ക്കേ. അപ്പം നമ്മൾ അവരെ കൊണ്ട് അവർക്ക് ക്ഷീണമൊക്കെ വരെയൊക്കെ സാരമില്ല, ഞാൻ കൂടെ നിൽക്കാം, ചെയ്യാൻ മേലാത്തത് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം എത്ര പേഷ്യൻസിനാണെന്നറിയാം മടി, അയ്യോ എനിക്ക് ചെയ്യാൻ മേലെ. പക്ഷെ അങ്ങനല്ല വേണ്ടിയത്. നമുക്ക് ചെയ്യാവുന്നിടത്തോളം കാര്യങ്ങൾ തന്നെത്താനെ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റൂ. അപ്പം ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മമ്മിയുടെ ഒരു കാര്യം പറയാം. മമ്മിക്ക് സ്ട്രോക്ക് വന്നതാണ്. സ്ട്രോക്ക് വന്നിട്ട് റൈറ്റ് സൈഡ് അങ്ങ് ഒരുമാതിരി പാരലൈസ് തളർന്നു പോയി, കൈക്ക് ഒട്ടും സ്വാധീനം ഇല്ലായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി അത് കഴിഞ്ഞ് വെച്ച് വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ ഈ കൈ കൊണ്ട് എടുത്തൊന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ബ്രദർ എന്നെ എടുക്കുമെന്നറിയാമോ, അവൻ ജോലിക്ക് പോകുന്നതിന് മുമ്പേ കുറച്ച് ഒരു 10 കല്ല് എടുത്ത് കൊടുക്കും. കല്ലെടുത്ത് കൊടുത്തിട്ട് ലെഫ്റ്റ് സൈഡിൽ വെച്ചേച്ച് പറയും മമ്മി ആ ഓരോ കല്ല് റൈറ്റ് ഹാൻഡ് കൊണ്ട് എടുത്തിട്ട് റൈറ്റ് സൈഡിൽ കൊണ്ട് വെക്കണം, അത് കഴിഞ്ഞ് ഇവിടുന്ന് അത് അവിടെ കൊണ്ട് വെക്കണമെന്ന് പറയും. മമ്മി ഇരുന്നുകൊണ്ട് കൈ പൊക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഒരു രക്ഷ ഇച്ചിരി പൊങ്ങും, ശകലം വരും, എന്നിട്ടൊരു കല്ലെ പിടിക്കാനായിട്ടൊന്നും പറ്റത്തില്ല. അപ്പം എന്നടുത്ത് അറിയാം, അവസാനം മമ്മിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് മമ്മി ഈ കൈ പിടിച്ചിട്ട് കുത്തി കല്ലങ്ങ് എടുത്തു, എന്നിട്ട് കൊണ്ട് വെച്ചു. അപ്പം അങ്ങനെ ആ ഒരു അമക്കി പിടിച്ചപ്പോഴത്തേന് ഈ വിരലുകളുണ്ടല്ലോ ഒന്ന് കോർഡിനേറ്റ് ചെയ്തു. അപ്പോഴത്തേന് മമ്മിക്ക് ഭയങ്കര ഒരു എനർജി വന്നു.
അങ്ങനെ മമ്മി ആ കൈ വെച്ചിട്ട് പിന്നെ കൈ അങ്ങോട്ട് എടുക്കാൻ നിന്നപ്പോഴത്തേന് മമ്മിക്ക് ഒരു കോൺഫിഡൻസ് ആയി പിടിക്കാമെന്നുള്ളത്. അങ്ങനെ പിടിച്ച് ആ കല്ല് അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. അപ്പോൾ എൻ്റെ ബ്രദർ വന്നപ്പോഴത്തേന് പറഞ്ഞിടാ ഞാൻ കല്ലെടുത്ത് മാറ്റി വെച്ചേന്നും പറഞ്ഞു മമ്മിയുടെ ഒരു സന്തോഷം. മനസ്സിലായോ? പക്ഷെ അങ്ങനെ ചെയ്ത് അങ്ങനെ ആ ജബർദസ്തി അല്ലേ എനിക്ക് മേലേന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് വിട്ടുപോയിരുന്നെങ്കിലുണ്ടല്ലോ മമ്മിയുടെ കൈ തളർന്നു തന്നെ പോയേനെ. അതുകൊണ്ട് മമ്മിക്ക് കൈ ഇച്ചിരി ബലക്കുറവൊക്കെ ഉണ്ട് ഇപ്പം, പക്ഷേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടെല്ലാം ആ കൈ ഉപയോഗിക്കാനായിട്ട് പറ്റുമെന്നുള്ളത് ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ, നമ്മൾ അങ്ങനെ ഒരു മടി പിടിച്ചിരുന്ന് കഴിഞ്ഞെന്നാൽ നമ്മളുടെ ഒരു കാര്യം നടക്കത്തില്ല. അപ്പം അതെനിക്ക് സാധിക്കും, ഞാനത് ചെയ്ത് കാണിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി ചെയ്ത് കഴിഞ്ഞെന്നാൽ ഏത് കാര്യവും നമുക്ക് സാധിക്കും. അപ്പം അത് ഭയങ്കര അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പ്രായമായവരും നമ്മുടെ ജീവിതത്തിൽ ഒരു റൊട്ടീൻസ് ഒക്കെ വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വേണമെങ്കിൽ വളരെ സില്ലി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ സില്ലി അല്ല, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി ലൈഫ് വേണോ, നിങ്ങളുടെ ജീവിതത്തിനെ അർത്ഥവത്താക്കണം, നിങ്ങൾ ജീവിക്കുമ്പോൾ അത് സന്തോഷമായിട്ടും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സ്വന്തം ചെയ്യുമ്പോഴുള്ള ആ സാറ്റിസ്ഫാക്ഷനും വേണം എങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണം. ഒരു റൊട്ടീൻ ആവശ്യമാണ്. അതുകൊണ്ട് സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സെൽഫ് കെയർ കൊണ്ട് നമുക്ക് ജീവിതത്തിന്റെ ബാലൻസ് ഒന്ന് ഈക്വലായിട്ട് നിലനിർത്താനായിട്ട് സാധിക്കും. ജീവിതം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് മൊത്തം ചലഞ്ചസും സ്ട്രെസ്സസും എല്ലാമാണ് അല്ലേ, അല്ലാതെ ഒന്നും ആരുടെ ജീവിതവും സ്മൂത്ത് ആയിട്ട് പോകത്തില്ല. അപ്പൊ അതിനെയെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾക്ക് സെൽഫ് കെയർ അത്യാവശ്യം. അല്ലെങ്കിൽ ഈ ചലഞ്ചസും സ്ട്രെസ്സേഴ്സും എല്ലാം ഉള്ളപ്പോൾ നമ്മൾ സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ റീകാലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എവിടെയെങ്കിലും താളം തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും നല്ല താളത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ നമുക്ക് ജീവിതത്തിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒന്ന് റിലാക്സ് ചെയ്യാനും മറ്റുള്ളവരുമായിട്ടൊക്കെ ഒന്ന് മിങ്കിൾ ചെയ്യാനും എല്ലാം നമ്മുടെ ഈ സെൽഫ് കെയർ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ സെൽഫ് കെയറിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറയാം. ആളുകൾ അവരുടെ ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളാണ് സെൽഫ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സത്യം എല്ലാവരും മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിലെ ചലഞ്ചസും സ്ട്രെസ്സസും ഒന്നും നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടിരിക്കും. മനസ്സിലായോ? നമുക്കറിയാം ചെറിയ പ്രായത്തിൽ പഠിക്കുന്ന കാര്യത്തിന്, പിന്നെ കല്യാണം കഴിക്കുന്ന കാര്യത്തിലെ, അത് കഴിഞ്ഞേച്ച് പിന്നെ കുട്ടികളുടെ കാര്യത്തിലെ എന്ന് വേണ്ട, അത് അങ്ങനെ വാർദ്ധക്യമായിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഇനിയുള്ള ജീവിതത്തിൽ അയ്യോ ആരുമില്ലേ എന്നുള്ള ഒരു ഫീലിങ്സിൽ, നമുക്കൊരു സഹായം വേണമല്ലോ എന്നുള്ള ഒരു ഫീലിങ്സിൽ എന്ന് വേണ്ട, ഇതെല്ലാം ചലഞ്ചസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ കണിശമായിട്ടും സെൽഫ് കെയർ ചെയ്ത് നമ്മുടെ ലൈഫിനെ ഒന്ന് നോർമലായിട്ട് നമ്മളൊരു ഹെൽത്തി ലൈഫിലോട്ട് വരാനായിട്ട് ഇത് ഭയങ്കര അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചലഞ്ചസിനെയും സ്ട്രെസ്സേഴ്സും ഒക്കെ ഉണ്ടാകുമ്പോൾ അവയെ ആരോഗ്യപരമായി നേരിടുന്നതിലാണ് നമ്മുടെ വിജയം. നമുക്ക് തോക്കാൻ പറ്റത്തില്ല കേട്ടോ, നമുക്ക് ജയിക്കുക തന്നെ വേണം അല്ലേ. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചെന്നാൽ സെൽഫ് കെയറിനെ നമ്മുടെ പ്രയോറിറ്റി ആയിട്ട് കാണുന്നതിന് പകരം എല്ലാവരും അതിനെ ഒരു ലക്ഷറി ആയിട്ടാണ് കാണുന്നത്. നമ്മൾക്ക് നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ നേരമില്ല. ആ ചിന്ത നമ്മൾ മാറ്റണം. എനിക്കറിയാം നിങ്ങളിൽ ഒട്ടുമുക്കാൽ ആൾക്കാരും പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടല്ലേ. അങ്ങനെ നമ്മൾ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് അറ്റൻഡൻസ് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ വന്നിട്ട് നമ്മളെ ബെൽറ്റ് എങ്ങനെ ഇടും, അതിന്റെ ബക്കിൾ എങ്ങനെ ഇടാം, ബക്കിൾ എങ്ങനെ എടുക്കാം, ഇങ്ങനെയെല്ലാം കാണിച്ചു തരും ഇല്ലേ. അതിന്റെ കൂട്ടത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നൊരു കാര്യമുണ്ടോ, പ്ലെയിനകത്തെ ഓക്സിജന്റെ സമ്മർദ്ദം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ മുകളിൽ നിന്ന് ഓക്സിജൻ മാസ്ക് താഴോട്ട് വരും അല്ലേ. മാസ്ക് താഴോട്ട് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ആദ്യം നിങ്ങളുടെ മാസ്ക് നിങ്ങൾ വെച്ചതിന് ശേഷം നല്ലപോലെ അത് ഫിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ശ്വസിക്കാമെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം വേണം, നമ്മുടെ കുഞ്ഞു പോലും അടുത്തുണ്ടെങ്കിൽ അതിന് ആ മാസ്ക് വെക്കേണ്ടി വന്നു. എന്താണ് അങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? ആദ്യമായിട്ട് നമ്മളെ രക്ഷിക്കാനായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സംരക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതൊരു വാസ്തവമാണ്. അല്ലെങ്കിൽ രണ്ടുപേരുടെ ജീവനും അധോഗതി തന്നെ. കാരണം നിങ്ങൾക്ക് ശ്വസിക്കാൻ സാധിച്ചാൽ മാത്രമേ നമ്മുടെ കുഞ്ഞിനെ പോലും നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലേ. അല്ലെങ്കിൽ രണ്ട് ജീവനും അപകടമാണ്. ആ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെയും വേണ്ടിയത്. ആ സെയിം പ്രിൻസിപ്പിൾ തന്നെ വേണം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സെൽഫ് കെയറിനെ നമ്മുടെ പ്രയോറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഭയങ്കര ആവശ്യമുള്ള ഒരു കാര്യമാണ്. വാസ്തവം പറഞ്ഞാൽ ഈ സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് പണത്തിന്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ എനിക്ക് ചിലരൊക്കെ ഉണ്ടായോ എനിക്ക് അതിന് പണമില്ല, എനിക്കിതിന് പണമില്ല, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എല്ലാം പറയും. പക്ഷേ ഈ സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പണത്തിന്റെ ഒന്നും ഒട്ടും ആവശ്യമില്ല.
നിങ്ങൾക്കൊരു നല്ലൊരു മനസ്സ് വേണം, സെൽഫ് കെയർ വേണം. എനിക്ക് എന്നെ തന്നെ ടേക്ക് കെയർ ചെയ്യണം, എനിക്ക് എൻ്റെ ഗോൾസ് എല്ലാം മീറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു അംബിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെത്താനെ സെൽഫ് കെയർ ചെയ്തു പോകും. നമ്മൾക്ക് സന്തോഷമായിട്ട് ജീവിക്കണം എന്ന ഒരു മനസ്സ് മാത്രം മതി ഈ സെൽഫ് കെയർ ചെയ്യാനായിട്ട്. ആ മനസ്സ് വേണം കേട്ടോ, അല്ലാതെ ചുമ്മാതെയൊന്നും ഇരുന്നാൽ പറ്റുകയില്ല. നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടും അല്ലെ മറ്റുള്ളവരുടെ കുറ്റം നോക്കിക്കൊണ്ടും അവരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടൊന്നും ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് കെയർ ചെയ്യാനായിട്ട് സമയം കിട്ടത്തില്ല, നമുക്ക് സന്തോഷവും കിട്ടത്തില്ല. അപ്പോൾ വിവിധ ഏരിയാസിലുള്ള സെൽഫ് കെയർ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഈ സെൽഫ് കെയറുകളെ നമ്മൾ പല കാറ്റഗറിയിലോട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ഫിസിക്കൽ സെൽഫ് കെയർ, മെന്റൽ സെൽഫ് കെയർ, സോഷ്യൽ സെൽഫ് കെയർ, സ്പിരിച്വൽ സെൽഫ് കെയർ, ഇമോഷണൽ സെൽഫ് കെയർ എന്ന് വേണ്ട ഏരിയാസിൽ നമ്മൾ സെൽഫ് കെയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യമായിട്ട് നോക്കാം എന്താണ് ഫിസിക്കൽ സെൽഫ് കെയർ എന്നുള്ളത്. ഫിസിക്കൽ സെൽഫ് കെയർ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിനെ നമ്മൾ കെയർ ചെയ്യുകയാണ്. നമ്മുടെ ശരീരത്തിനെ നമ്മൾ ശരിക്കും കെയർ ചെയ്യണം. കാരണം ശരീരവും മനസ്സും ആയിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. നമ്മുടെ ശരീരത്തിന് സുഖമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിന് സുഖമുണ്ടായിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ഇക്വിലിബ്രിയം തെറ്റിപ്പോവും. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യം വേണ്ടത് എനർജിയാണ്, അല്ലേ? എല്ലാവരും ചിലർ പറയും എനിക്ക് ഒട്ടും എനർജി ഇല്ല, എനിക്ക് എഴുന്നേക്കാൻ മേല, നടക്കാൻ മേല, അങ്ങനെ നമുക്കൊരു എനർജി ഇല്ല. അപ്പം നമുക്ക് ശരീരത്തിന് വേണ്ട ഊർജം അല്ലെങ്കിൽ എനർജി അത്യാവശ്യമാണ്. അതിനു വേണ്ടി എന്ത് സെൽഫ് കെയർ ചെയ്യാം? ആദ്യമായിട്ട് നമ്മൾ വേണ്ടത് അതിന് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം. ഹെൽത്തി ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ധാരാളമായിട്ട് ഉപയോഗിക്കണം. നമ്മുടെ ദിവസവുമുള്ള ആഹാരത്തിൽ അത് ഉപയോഗിക്കണം. പിന്നെ ബാക്കിയുള്ള ഹെൽത്തി ഡയറ്റൊക്കെ നിങ്ങൾക്കറിയാം, അത് വേണം. അതുപോലെ തന്നെ നമ്മൾക്ക് നല്ല റെസ്റ്റും ഉറക്കവും ഒക്കെ അത്യാവശ്യമാണ്. ഉറക്കം എന്ന് പറയുമ്പോൾ 6 തൊട്ട് 8 മണിക്കൂർ, കുറഞ്ഞത് 6 മണിക്കൂറിനും 8 മണിക്കൂറിനും ഇടയിൽ നമ്മൾക്ക് നല്ല ഉറക്കം കിട്ടാനായിട്ട് നമ്മൾ നോക്കണം. അതിനൊക്കെ ഒരു റൊട്ടീൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതൊക്കെ സാധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് റെഗുലർ ആയിട്ടുള്ള എക്സർസൈസ് വേണം. അപ്പോൾ നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രോങ് ആകും. നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഊർജ്ജം അല്ലെ ഒരു എനർജി കിട്ടുന്നതാണ്. നമ്മൾ റെഗുലർ ആയിട്ട് എക്സർസൈസ് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ നമുക്ക് വീണ്ടും വീണ്ടും അത് കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും. ഇപ്പൊ ആദ്യം നടക്കുമ്പോൾ ഉണ്ടല്ലോ 5 മിനിറ്റ് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോഴത്തേനും നമുക്ക് ശ്വാസം മുട്ടലോ അയ്യോ ഭയങ്കര വിമിഷ്ടമാണ്. ഒരു 2 ദിവസം അങ്ങനെ 5 മിനിറ്റ് നടന്നു കഴിയുമ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ 5 മിനിറ്റ് ഒക്കെ പുല്ല് പോലെ അങ്ങ് പോകും. പിന്നെ 10 മിനിറ്റ് ആകാം, പിന്നെ അങ്ങനെ കൂടുതൽ സമയം നോക്കാം. അരമണിക്കൂർ നടന്നാൽ മാത്രം മതി കേട്ടോ. എല്ലാവരും പറയുന്ന ആഴ്ചയിൽ 5 ദിവസം അരമണിക്കൂർ നടന്നാൽ മതി എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും നമുക്ക് ചെയ്യാവുന്നതാണ്. ശനിയും ഞായറും നമുക്ക് റെസ്റ്റ് എടുക്കാം, അല്ലെ ഏത് ദിവസമാണ് നിങ്ങൾക്ക് മേലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാവുന്നതാണ്. അപ്പൊ നമ്മളിങ്ങനെ ഈ ഇംപ്രൂവ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ അങ്ങ് കൂടുകയാണ്. എനിക്ക് അത്രയും സാധിച്ചു. ഞാൻ നിലത്തിരുന്നോണ്ട് കാലെ പിടിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ കുനിഞ്ഞു വരുമ്പം ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു പ്രാവശ്യം ആ കാലയിലൊന്ന് തൊട്ടു, ജസ്റ്റ് ഒന്ന് തൊട്ടെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്നാ ഒരു കോൺഫിഡൻസ് ആണ്. പിന്നെ നമ്മൾക്ക് പിന്നെ ചെയ്യാൻ പറ്റും. 2 ദിവസം അത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാലെ പിടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടും എക്സർസൈസ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ സെൽഫ് കെയർ വരുന്ന കൂട്ടത്തിലുണ്ട്. ഞാൻ പറഞ്ഞാൽ പ്രത്യേകിച്ച് ഞാൻ പ്രായമായവരെ കുറിച്ചാണ് പറയുന്നത്. 50 കഴിഞ്ഞവരായിക്കോട്ടെ. അപ്പോൾ ക്രോണിക് ഡിസീസസ് എന്നതേലും ഉണ്ടെങ്കിൽ അയ്യോ എനിക്ക് ഡയബറ്റീസ് ഉണ്ട്, അയ്യോ എനിക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, അങ്ങനെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട്, അല്ലെ കൊളസ്ട്രോൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷമിക്കാതെ ഉണ്ടെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് ഡോക്ടേഴ്സിനെ കണ്ട് അതിന് വേണ്ട മരുന്നുകളൊക്കെ എടുത്ത് നമ്മൾ ആരോഗ്യമായിട്ടിരിക്കണം. അതുപോലെ തന്നെ റെഗുലർ ചെക്കപ്പും അത്യാവശ്യമാണ്. അപ്പോൾ ഫിസിക്കൽ സെൽഫ് കെയർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേത്തിന് ഹെൽത്തി ഡയറ്റ് വേണം, റെസ്റ്റ് വേണം, അതുപോലെ തന്നെ മെഡിക്കൽ ചെക്കപ്പ് വേണം, എക്സർസൈസ് വേണം. ഇനി അടുത്തതായിട്ട് നമുക്ക് മെന്റൽ സെൽഫ് കെയർ എന്താണെന്ന് നോക്കാം. നമ്മൾക്ക് നമ്മുടെ മൈൻഡിനെ നല്ല ഷാർപ്പായിട്ട് വെക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. കാരണം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ ഡിപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. നമ്മുടെ 50 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴേത്തിന് നമ്മുടെ ഓർഗൻസിന്റെ ഫങ്ഷൻസ് ഒക്കെ ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ എഫേർട്ട് കൊണ്ട് വേണം നമ്മൾക്കതിനെ ഷാർപ്പായിട്ട് വെക്കാനായിട്ട്. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ ഒരു 20 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്ക് നമ്മുടെ മെന്റൽ സ്റ്റാറ്റസ് എങ്ങനെയാണ്? ഏത് സാധനം കണ്ട ഒരു ഫോട്ടോസ്റ്റാറ്റിക് മെമ്മറി എന്നൊക്കെ പറയില്ലേ, പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പേജ് എവിടെയാണെന്നും അവിടെ എന്നാണെന്നും ഒക്കെ നമുക്കങ്ങ് മനസ്സിലങ്ങ് തെളിഞ്ഞു വരുമായിരുന്നു. ഒരു 50 വയസ്സ് കഴിഞ്ഞപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? നമ്മൾ വായിക്കുമ്പോൾ എല്ലാം ഓർമ്മയുണ്ട്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തുവായിരുന്നു ഞാൻ വായിച്ചേ എന്നൊരു ഓർമ്മ
തോന്നാറില്ലേ? അത് നോർമലാണ്. പക്ഷെ നമ്മൾ അതിനെ ഷാർപ്പാക്കി വെക്കാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് നമുക്ക് ക്രോസ് വേർഡ് പസിൽസോ അതുപോലെയുള്ള പസിൽസോ ഗെയിംസോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷാർപ്പായിട്ട് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. ചുമ്മാതെയുള്ള നമ്മുടെ ചീട്ടുകളി പോലും ഉണ്ടല്ലോ, 28 56 ഒക്കെ ഇല്ലേ, അതൊക്കെ കളിച്ചാൽ പോലും നമ്മുടെ മനസ്സിനെ ഒന്ന് നമ്മുടെ മൈൻഡിനെ ഒന്ന് ഷാർപ്പാക്കി വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടി പിന്നെ നമുക്ക് സെൽഫ് ലവ്, നമ്മൾ നമ്മളെ ഒന്ന് സ്നേഹിക്കണം, നമ്മളോടൊരു ചെറിയ കമ്പാഷൻ വേണം, നമ്മളോടൊരു അനുകമ്പ വേണം, ദയ വേണം. നമുക്ക് മിസ്റ്റേക്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സാരമില്ല കേട്ടോ, അതങ്ങനെ എല്ലാവർക്കും പറ്റും, നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ്, സാരമില്ല, അടുത്ത പ്രാവശ്യം ആ തെറ്റ് തിരുത്തി, അതൊരു പാഠമായിരിക്കട്ടെ, അടുത്ത പ്രാവശ്യം ആ തെറ്റ് തിരുത്തിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു സാരമില്ല എന്നാ നമ്മളോട് തന്നെ പറയും. നമ്മൾ മറ്റുള്ളവരോട് പറയല്ലേ സാരമില്ലെന്ന്, ആ സാരമില്ലെന്ന് നമ്മൾ നമ്മളോട് തന്നെ, നമ്മുടെ മനസ്സിനോട് തന്നെ പറയണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെന്റൽ സെൽഫ് കെയറിൽ നമുക്ക് വേണ്ടി നമ്മുടെ ഇന്നർ മനസ്സിനോട് നമ്മൾ തന്നെ ഒരു ഡയലോഗ് പറയണം, എന്ന് പറഞ്ഞാൽ സംസാരിക്കണം. അടുത്തതായിട്ട് നമുക്ക് സ്പിരിച്വൽ സെൽഫ് കെയർ എന്താണെന്ന് നോക്കാം. റിസർച്ചേഴ്സ് ഒക്കെ പറയുന്നത് റിലീജിയനും സ്പിരിച്വാലിറ്റിയും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉള്ളവർക്ക് ഒരു ആരോഗ്യകരമായ ലൈഫ് ആയിരിക്കുമെന്നാണ്. അപ്പൊ നമ്മുടെ ഇന്നർ പീസിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്പിരിച്വൽ സെൽഫ് കെയർ വരാൻ വേണ്ടി നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം, നമുക്ക് കുറച്ച് സമയം പ്രാർത്ഥിക്കാം. ഏത് റിലീജിയസ് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും അതാത് നമ്മുടെ റിച്വൽസോ നമ്മുടെ മെഡിറ്റേഷൻസോ അതെന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്പിരിച്വൽ കെയർ ആണ്. നമുക്ക് ഭയങ്കര ഒരു മെന്റൽ പീസ് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം, പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ നല്ല പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതാണ് നമ്മുടെ സ്പിരിച്വൽ കെയർ. അങ്ങനെ നമ്മൾ മെഡിറ്റേഷനിലൂടെയോ മതപരമായ പ്രാർത്ഥനകളിൽ കൂടിയോ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളിൽ കൂടിയോ ഒക്കെ നമ്മൾക്ക് സ്പിരിച്വൽ കെയർ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ടുള്ള നമ്മുടെ ഇമോഷണൽ സെൽഫ് കെയർ. ഇമോഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, നമ്മുടെ ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്ന കരച്ചിലാണ്, സങ്കടം, ആംഗ്രി, ദേഷ്യം, അരിശം, വിദ്വേഷം, പിന്നെ സ്നേഹം, കരുണ, എമ്പതി, സിമ്പതി, ആങ്സൈറ്റി എന്ന് വേണ്ട ഒരുപാട് ഇമോഷൻസ് ഒക്കെ നമുക്കുണ്ട് അല്ലേ. നമ്മുടെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെയാണ് നമ്മളെ ദേഷ്യം, അരിശം, ആങ്സൈറ്റി, വിദ്വേഷം. അപ്പോൾ അങ്ങനെയുള്ള അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഇമോഷൻസിനെയൊക്കെ നമ്മൾ ആരോഗ്യപരമായിട്ട് നേരിടാനായിട്ട് പരിശീലിക്കണം. അതൊക്കെ പ്രാക്ടീസ് ചെയ്യാതെ നമുക്ക് കിട്ടത്തില്ല കേട്ടോ. കാരണം നമ്മളോട് ആളുകൾ പെരുമാറുന്ന രീതി അനുസരിച്ച് നമ്മളും അതിന് റിയാക്ട് ചെയ്ത് പോകും. പക്ഷെ അതിനെയൊക്കെ ആരോഗ്യപരമായിട്ട് നമ്മൾക്ക് വരുന്ന ദേഷ്യവും അരിശവും ആരോഗ്യപരമായിട്ട് പ്രകടിപ്പിക്കാൻ പരിശീലിക്കണം. ചുമ്മാതെയൊന്നും വരത്തില്ല കേട്ടോ, അത് വെരി ഹാർഡായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതിന് നമ്മൾ കുറച്ച് സെൽഫ് അനാലിസിസും അതിനൊന്ന് പ്രാക്ടീസ് ചെയ്തും സെൽഫ് കൺട്രോളും ഒക്കെ വെച്ചാൽ മാത്രമേ നമ്മൾക്ക് അതിന് സാധിക്കത്തുള്ളൂ. ഇത് ഇച്ചിരി കട്ടിയായിട്ടുള്ളതാണ് നമ്മുടെ ഇമോഷൻസ്. നമുക്ക് കരുണയും ദയയും സിമ്പതിയും അതൊക്കെ കാണിക്കാനായിട്ട് നമുക്ക് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരോഗ്യപരമായ രീതിയിൽ പോകാനായിട്ട് നമ്മൾ ശരിക്കും പരിശീലിക്കണം എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് സോഷ്യൽ സെൽഫ് കെയർ എന്താണെന്ന് നോക്കാം. എല്ലാവരും എഗ്രി ചെയ്യുന്നുണ്ട് നമ്മളൊരു സോഷ്യൽ ആനിമൽ ആണെന്ന്. ആരും വിചാരിക്കേണ്ട നമ്മൾക്ക് ഒറ്റയായിട്ട് അങ്ങ് ജീവിക്കാമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട കേട്ടോ. കാരണം നമ്മൾക്ക് ആളുകളുടെ സപ്പോർട്ടും എല്ലാം ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരെയും നമുക്ക് ആവശ്യമാണ്. കാരണം അവരൊക്കെ ക്രിട്ടിസൈസ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് വളരാൻ സാധിക്കത്തുള്ളൂ, നമ്മൾ സ്ട്രോങ് ആകത്തുള്ളൂ. അതുകൊണ്ട് ഇവരെ എല്ലാവർക്കും നമുക്ക് ആവശ്യമാണ്. നമ്മൾ സോഷ്യൽ ആനിമൽ ആയതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് 1 or 2 പേരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരോ ആയിട്ടുള്ള ഫ്രണ്ട്സ് നമുക്ക് അത്യാവശ്യമാണ്. കാരണം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ലൈഫ് എന്ന് പറയുന്നത് ഒന്നും മുഴുവനും സന്തോഷം നിറഞ്ഞത് മാത്രമല്ല, നമുക്ക് പ്രയാസങ്ങളും ചലഞ്ചസും എല്ലാം വരും. ആ സമയത്ത് നമുക്കൊന്ന് എക്സ്പ്രസ് ചെയ്യാനും നമ്മളെ ഒന്ന് കേൾക്കാനും നമ്മൾക്കൊരു പാസിംഗ് തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ചെറിയ ഒരു സജഷൻ തരാനായിട്ട്, അറ്റ്ലീസ്റ്റ് ഒരു സജഷൻ കിട്ടുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് അത് ശരിയാണോ ഇല്ലയോ എന്ന് ആലോചിക്കുകയോ, വേണമെങ്കിൽ എടുക്കാം വേണ്ടെങ്കിൽ എടുക്കണ്ട എന്ന് പറഞ്ഞാലും നമ്മൾക്കൊരു സജഷൻ തരുവാനും ഒക്കെ ഒരാളുള്ളത് ഭയങ്കരമായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ നമ്മൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മുടെ 2-3 ഫ്രണ്ട്സിനെയൊക്കെ എന്ന് പറഞ്ഞാൽ സിൻസിയർ ആയിട്ടുള്ളവരെ വേണം കേട്ടോ നമ്മൾ കണിശമായിട്ടും കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം.
ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്താൽ നമ്മൾക്ക് അതിനകത്ത് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ ആങ്സൈറ്റി കുറയ്ക്കാം, നമ്മുടെ മെൻ്റൽ ഹാപ്പിനെസ് കൂട്ടാം, നമ്മളൊരു നല്ലൊരു റെസ്പോൺസിബിൾ പേഴ്സൺ ആയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ചലഞ്ചസിനെയും സ്ട്രെസ്സേഴ്സിനെയും ഒക്കെ എങ്ങനെ മീറ്റ് ചെയ്യാമെന്ന്, എങ്ങനെ ഫേസ് ചെയ്യാമെന്നുള്ളത് അറിയാം. നമ്മളൊരു സോഷ്യലി എങ്ങനെ ബിഹേവ് ചെയ്യാമെന്ന് പഠിക്കാം. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മൾ സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്താൽ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണേ, ഒരു സെൽഫ് കെയർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയോറിറ്റി ആക്കണം. നമ്മുടെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും വേണം. അങ്ങനെയാണെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതം വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. വാസ്തവം പറഞ്ഞാൽ ഈ റിട്ടയർ ആയിട്ട് പ്രായമായിട്ടിരിക്കുന്നവർക്കൊക്കെ ഉണ്ടല്ലോ, സമയമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അതിനെ വേണ്ട വിധത്തിൽ നമ്മൾ ഇച്ചിരി സെൽഫ് കെയർ ചെയ്യാനായിട്ടൊന്ന് ഉപയോഗിക്കുന്നേ. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണേ. ഞാൻ പറയാം, ഒരാഴ്ച നിങ്ങളിന്ന് ഒരു 2 ദിവസം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇതുവരെ ഇതൊന്നും ചെയ്യാത്തവരാണെങ്കിൽ ചില ബുദ്ധിമുട്ട് കാണുമായിരിക്കും കേട്ടോ. പക്ഷേ ഒത്തിരി നേരം ഒന്നും വേണ്ട, കുറച്ച് സമയം അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു 10 മിനിറ്റ് നേരം മെഡിറ്റേറ്റ് ചെയ്യുക. ഇപ്പം നിലത്തിരിക്കാവുന്നവരാണെങ്കിൽ ചമ്പ്രം പടഞ്ഞിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. കാരണം ചമ്പ്രം പടഞ്ഞിരിക്കുന്നില്ല, അതൊക്കെ ഒരു റൊട്ടീന്, ഒരു റിച്വൽ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. ഇല്ലെങ്കിൽ ബെഡിൽ തന്നെ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ കസേരയിൽ ഇരുന്നുകൊണ്ട് എന്നാണേലും കൈയും കൂപ്പിയിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ പ്രാർത്ഥിക്കാൻ അറിയാൻ മേലാത്തവരാണെങ്കിലും ചുമ്മാ കൈ കൂപ്പിയിട്ട് ദൈവമേ ദൈവമേ എന്ന് മാത്രം വിളിച്ചെന്നാലും മതി. ദൈവത്തിന് അത് മനസ്സിലാകും നമ്മളെന്താണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. അപ്പോൾ അത് ചെയ്യുക. അതുപോലെ തന്നെ അരമണിക്കൂർ എക്സർസൈസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ആദ്യമായിട്ട് ചെയ്യുന്നവരാണ്, പ്രത്യേകിച്ച് പ്രായമുള്ളവരൊക്കെ ചെയ്യാനായിട്ടാണെങ്കിൽ, ചെയ്യാതെ നമ്മളൊരു കൗച്ച് പൊട്ടറ്റോ പോലെ ഇരിക്കുന്നവരാണെങ്കിൽ ഉണ്ടല്ലോ, 5 മിനിറ്റ് തുടങ്ങുക. 5 മിനിറ്റ് ചെയ്താൽ മതി. 5 മിനിറ്റ് നേരം നടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സർസൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പം 2 ദിവസം ചെയ്ത് കഴിയുമ്പം എങ്ങനെയുണ്ടെന്നുള്ളത് എനിക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കണമെന്നേ നമ്മൾ നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യണം. മനസ്സിലായി? ആരും വന്ന് നമ്മളെ ടേക്ക് കെയർ ചെയ്യിപ്പിക്കത്തില്ല, അല്ലെ പറഞ്ഞു തരാൻ പോലും കാണത്തില്ലെന്ന് ഓർത്തോണം. മനസ്സിലായോ? ആരും പറഞ്ഞു തരത്തു പോലും ഇല്ല. അപ്പോൾ നമ്മൾ കണിശമായിട്ട് നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്ത് സന്തോഷമായിട്ടിരിക്കാനായിട്ട് നോക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബായ്.